എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമാക്കി പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി മറ്റൊരു വിഷയത്തിലേക്ക് ഇന്ന് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മ അഭിഷേകം. ഈ വിഷയം സംബന്ധിച്ചുള്ള പഠനത്തിൽ വളരെ വ്യത്യസ്തമായ പഠിപ്പിക്കലുകളും വളരെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളുമുള്ള ഒരു അധ്യായമാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത്. അഭിഷേകം എന്ന ഈ വാക്ക് വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി അനേക പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനത്തിന് വേദപുസ്തകം ആദിയോടന്തം നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്, പഴയ നിയമവും പുതിയ നിയമവും. എന്നാൽ നമ്മുടെ പഠനം വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മ അഭിഷേകം ഏത് നിലയിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നു എങ്കിലും പുതിയ നിയമത്തിൽ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വേദവാക്യങ്ങളാണ് നമ്മുടെ പഠനത്തിന് പ്രധാനമായിട്ടും നാം ആധാരമായിട്ട് സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മ അഭിഷേകം എന്ന അങ്ങനെ തന്നെ ഒരു വാക്ക് വേദപുസ്തകത്തിൽ എവിടെയും നാം കാണുന്നില്ല. അഭിഷേകം, അഭിഷേക തൈലം, അഭിഷേകം ചെയ്യുന്നു, അഭിഷിക്തൻ എന്നീ പദപ്രയോഗങ്ങളാണ് ആ നിലയിൽ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെയെല്ലാം അഭിഷേകം എന്ന വാക്ക് നാം ആവർത്തിച്ച് കാണുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി വേദപുസ്തകത്തിൽ 127ഓളം പ്രാവശ്യം ഈ വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 127 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും പഴയ നിയമത്തിലാണ്. 118 വാക്യങ്ങളിലായി 118 പ്രാവശ്യം ഈ വാക്ക് അഭിഷേകം എന്നുള്ളത് പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 8 വാക്യഭാഗങ്ങളിലായി 9 പ്രാവശ്യം. അങ്ങനെയാണ് 127 പ്രാവശ്യം ഈ പദം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിൽ 8 വേദഭാഗങ്ങളിലായി 9 പ്രാവശ്യം മാത്രമാണ് ഈ പദം നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മ അഭിഷേകം എന്ന് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തെക്കുറിച്ച് അഥവാ യേശുക്രിസ്തു അഭിഷിക്തനാണ് എന്ന കാര്യം പറയുന്നിടത്ത് പുതിയ നിയമത്തിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം പ്രാപിച്ചവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അഭിഷേകം പരിശുദ്ധാത്മാവിനാൽ എന്ന അർത്ഥത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമ്മുടെ പഠനത്തിൽ ആ നിലയിൽ ആത്മാഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം എന്ന പ്രയോഗം നാം ഉപയോഗിക്കുന്നുണ്ട്. നാം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 127 പ്രാവശ്യം കാണുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പഴയ നിയമത്തിൽ പ്രധാനമായും 3 വിധത്തിലുള്ള ആളുകളാണ് അഭിഷിക്തന്മാരായി തീർന്നിട്ടുള്ളത്. അഥവാ 3 ഔദ്യോഗിക പദവികൾക്ക് വേണ്ടിയാണ് ആളുകളെ അഭിഷേകം ചെയ്തിരുന്നത്. പ്രവാചകന്മാർ, പുരോഹിതന്മാർ, രാജാക്കന്മാർ എന്നിങ്ങനെ 3 വിഭാഗത്തിലുള്ള ആളുകളെ അഭിഷേകം ചെയ്ത് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നു. പഴയ നിയമത്തിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നൊക്കെ നാം ആവർത്തിച്ച് വായിക്കുന്നുണ്ട്. നേരത്തെ നാം ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ എണ്ണ അഥവാ തൈലം എന്നുള്ളത് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണെങ്കിൽ എണ്ണ കൊണ്ട് അല്ല തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഞാൻ ഓർപ്പിച്ചു 3 വിധത്തിലുള്ള ആളുകളെ, പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും. അതിന്റെ തെളിവുകളും വേദവാക്യങ്ങളും ഒക്കെ പഴയ നിയമത്തിൽ അനേക പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓർമ്മിപ്പിച്ചു 8 വേദവാക്യങ്ങളിലായി 9 പ്രാവശ്യം. ആ വേദഭാഗങ്ങൾ ഞാനൊന്ന് പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഇവിടെയാണ് പുതിയ നിയമത്തിൽ ആദ്യമായി അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ യേശുക്രിസ്തു പ്രാപിച്ച അഭിഷേകത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യം. പിന്നീട് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യത്തിലും ഈ ആശയം, ഈ പദം നാം കാണുന്നുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലും ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലാണ് ഈ വാക്യഭാഗങ്ങളിൽ എല്ലാം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിലെയും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെയും വാക്യങ്ങൾ എല്ലാം തന്നെ യേശുക്രിസ്തു അഭിഷിക്തൻ എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന വേദഭാഗങ്ങളാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ മുൻപോട്ട് വരുമ്പോൾ എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായം 9-ാം വാക്യത്തിലും യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പറയുന്നു. അതും യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ആ ഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നേരത്തെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ നിലകളിൽ പുതിയ നിയമത്തിൽ നാം ഇപ്പോൾ കണ്ട ലൂക്കോസിന്റെ സുവിശേഷത്തിലെയും അപ്പോസ്തല പ്രവൃത്തികളിലെയും എബ്രായ ലേഖനത്തിലെയും ഉൾപ്പെടെ ഈ വേദഭാഗങ്ങളിൽ എല്ലാം തന്നെ ആത്മ അഭിഷേകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ടുള്ള കാര്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് പുതിയ നിയമത്തിൽ കാണുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യവും അതേ അധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം തന്നെ 27-ാമത്തെ വാക്യവും. ഇതിൽ 1 യോഹന്നാൻ 2ന്റെ 27 2 പ്രാവശ്യം അഭിഷേകം എന്ന പദം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പുതിയ നിയമത്തിൽ 8 വേദഭാഗങ്ങളിലായി 9 പ്രാവശ്യം കാണുന്നതിൽ 5 പ്രാവശ്യവും യേശുക്രിസ്തു അഭിഷിക്തൻ എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് നാം വായിക്കുന്നത്. പിന്നീട് 3 വേദഭാഗങ്ങളിലായി 4 പ്രാവശ്യമാണ് അഭിഷേകത്തെക്കുറിച്ച് നാം വായിക്കുന്നത്. ആത്മാഭിഷേകം അഥവാ പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ചിന്തകളും വിശ്വാസങ്ങളും പഠിപ്പിക്കലുകളും വ്യാഖ്യാനങ്ങളും ഒക്കെ നിലവിലുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ എല്ലാം ഒന്നാണ് എന്ന് ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നു. അതാണ് പെശക് വരുന്നതിന്റെ കാരണമായിട്ടുള്ളത്. എന്നാൽ വേദപുസ്തകത്തിൽ ശരിയായ നിലയിൽ വ്യത്യസ്തമായ നിലയിൽ തന്നെ അവ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോന്നും അങ്ങനെ തന്നെ നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധാത്മാഭിഷേകം, പരിശുദ്ധാത്മ മുദ്ര, പരിശുദ്ധാത്മ പ്രാപണം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ നിറവ് എന്നിങ്ങനെ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ എല്ലാം വ്യത്യസ്തങ്ങളാണ് എന്ന് ആ നിലയിൽ തന്നെ വചനത്തിലൂടെ നാം പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഓരോന്നിന്റെയും ആത്മീയ അർത്ഥങ്ങളും ഇവ തമ്മിലുള്ള വൈവിധ്യങ്ങളും നമുക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ നിലയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ചും എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് എന്ന് അങ്ങനെ തന്നെ നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചു, വ്യത്യസ്ത നിലകളിലുള്ള പഠിപ്പിക്കലുകളും ചിന്താഗതികളും ഒക്കെ ഉണ്ട് എന്ന്. പരിശുദ്ധാത്മ അഭിഷേകം എന്ന് കേൾക്കുമ്പം തന്നെ ചിലരുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് വിശ്വാസികളായ ആളുകൾ ഇത് പിന്നെ അവർ നേടിയെടുക്കേണ്ട ഒരു അനുഗ്രഹമാണ് എന്നാണ്. അഥവാ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് സ്നാനപ്പെടുന്ന സമയത്തോ അല്ല, സ്നാനത്തിനും ശേഷം പിന്നെ കാത്തിരുന്ന് പ്രാപിച്ചെടുക്കേണ്ട ഒന്നോ ഒക്കെയാണ് എന്നാണ് ചിലരൊക്കെ പഠിക്കുന്നതും പഠിപ്പിച്ചിരിക്കുന്നതും. അതുമാത്രമല്ല, ഈ അഭിഷേകം പ്രാപിച്ചാൽ അത് പ്രത്യേകമായ ചില അടയാളങ്ങളോടെ വെളിപ്പെട്ടു വരുന്നു എന്നും പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് അന്യഭാഷ ഇതിന്റെ ഒരു അടയാളമായിട്ട് പറയപ്പെടുന്നുണ്ട്. അന്യഭാഷ എന്ന വിഷയം തന്നെ ഈ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് അതിന്റെ കൃപാവരങ്ങളോട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നാം മുൻപോട്ട് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയട്ടെ, പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തും ഈ നിലയിലുള്ള പ്രത്യേകമായ അടയാളങ്ങളോ അന്യഭാഷയോ അതുമാത്രമല്ല ഇത് കാത്തിരുന്ന് പ്രാപിക്കേണ്ടതോ നാം ഏതെങ്കിലും നിലയിൽ നേടിയെടുക്കേണ്ട ഒന്നോ ആയി പറഞ്ഞിട്ടില്ല എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുവാൻ വിശ്വാസികളുടെ ജീവിതത്തിലെ ആത്മ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ വേദഭാഗങ്ങൾ 3 ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. 1 യോഹന്നാൻ, പിന്നീട് നാം കാണുന്നത് യോഹന്നാന്റെ ലേഖനത്തിലാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 20-ാമത്തെ വാക്യം: നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. അതേ അധ്യായം 1 യോഹന്നാൻ 2ന്റെ 27:
അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും, അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഈ 3 വേദവാക്യങ്ങളിലായി 4 പ്രാവശ്യം ഈ പദം നാം കാണുന്നുണ്ട്. ഈ 3 വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഈ 3 വാക്യഭാഗങ്ങളിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഈ എല്ലാ വാക്യങ്ങളും അഥവാ ഈ 3 വേദവാക്യങ്ങളും നാം വായിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് എല്ലാം തന്നെ അത് ഭൂതകാലത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറയാൻ എന്താ അതിന്റെ അർത്ഥം? ഇത് നിങ്ങൾ പ്രാപിച്ച് കഴിഞ്ഞ ഒന്നാണ് എന്ന നിലയിൽ തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാം കൊരിന്ത്യർ ലേഖനത്തിൽ അത് കണ്ടു. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. യോഹന്നാന്റെ ലേഖനത്തിലും അങ്ങനെ തന്നെ നാം കണ്ടു. അവനാൽ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. അവനാൽ പ്രാപിച്ച അഭിഷേകം. ഇങ്ങനെ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ പ്രാപിച്ച് കഴിഞ്ഞ ഒന്നായി, നമുക്ക് ലഭിച്ച ഒന്നായി തന്നെ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ എല്ലാ വേദഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നു. അതെന്താ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അഥവാ വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാവരും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ്. ഈ വേദവാക്യങ്ങൾ അത് വളരെ വ്യക്തമായി ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട സകലരും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവയിൽ ഒന്നും തന്നെ ആത്മനിറവ് എന്ന് പറയുന്ന ഒരു വിഷയം ഒഴികെ ബാക്കി ഒന്നും തന്നെ നാം നേടിയെടുക്കേണ്ട ഒന്നായി പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മ അഭിഷേകം, അതുപോലെ പരിശുദ്ധാത്മ സ്നാനം, മറ്റ് പരിശുദ്ധാത്മ മുദ്ര, പരിശുദ്ധാത്മ പ്രാപണം, ഇവയൊന്നും തന്നെ. എന്നാൽ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. അഥവാ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എന്ന കൽപ്പന തന്നിട്ടുണ്ട്. അത് പരിശുദ്ധാത്മ നിറവ് എന്ന വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസികൾ എല്ലാവരും തന്നെ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ്. എപ്പോഴാ പ്രാപിച്ചത്? അത് നമുക്ക് മുന്നോട്ട് അല്പമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വലിയൊരു യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിലിരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ്. ഇനി രണ്ടാമത് ആ ബന്ധത്തിൽ നാം കാണുന്ന മറ്റൊരു വിഷയം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യം 2 കൊരിന്ത്യർ 1:21 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പൊ ആ വാക്യത്തിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? പരിശുദ്ധാത്മ അഭിഷേകം നൽകുന്നത് ദൈവമാണ്. അവിടെ ദൈവം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളിലെ വാക്യം വായിച്ചാൽ അത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 4:27 നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി. അപ്പൊ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസൻ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിലും യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും. അപ്പൊ അവിടെയും നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ വാക്യഭാഗങ്ങളിലൂടെ പ്രത്യേകിച്ച് 2 കൊരിന്ത്യർ 1:21 നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്ന് പറഞ്ഞിരിക്കയാൽ പിതാവായ ദൈവമാണ് പരിശുദ്ധാത്മ അഭിഷേകം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാലാണ് അഭിഷേകം. അതുകൊണ്ട് അഭിഷേക വസ്തു എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് 1 യോഹന്നാൻ 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകം നൽകുന്നത് ദൈവമാണ്. പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ വസ്തു എന്ന നിലയിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, പരിശുദ്ധാത്മാവ് കേവലം ഒരു വസ്തുവല്ല, പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്നുള്ളത്. പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട്. എന്നാൽ ഈ പഠനത്തിൽ മനസ്സിലാകാൻ വേണ്ടി വസ്തു എന്ന പദം ഞാനൊന്ന് ഉപയോഗിച്ചു എന്ന് മാത്രം. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ച് അഥവാ അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാൻ 2:20 നാം വായിക്കുന്നത് നിങ്ങൾ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എന്ന.
അപ്പൊ ഈ അഭിഷേകത്തിന്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് ഈ കാര്യവും മനസ്സിലാക്കാം. എന്ത്? നാം സകലവും അറിയുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ അഭിഷേകം നമ്മെ ആത്മീയ കാര്യങ്ങൾ അറിയിച്ചു തരുന്നു എന്നുള്ളതാണ്. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമുക്ക് ബൈബിളിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള ആത്മീയമായ കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും സഹായകരമായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ബൈബിളിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള ആത്മീയമായ യാഥാർത്ഥ്യങ്ങൾ. ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണം കൊണ്ട് തീരുന്നതല്ല മനുഷ്യജീവിതം, മരണത്തിനപ്പുറത്ത് ജീവിതമുണ്ട്, ലോകത്തിന്റെ ഭാവി എന്നിങ്ങനെ ബൈബിളിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടുള്ള ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് ദൈവാത്മാവിന്റെ സഹായമാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച്, അഥവാ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരുപക്ഷെ വലിയ വിദ്യാഭ്യാസമുള്ള ആളായിരിക്കാം, ലോകപ്രകാരം ഉന്നതമായ ഡിഗ്രികളൊക്കെ നേടിയെടുത്തിട്ടുള്ള ഒരാളായിരിക്കാം. എന്നാൽ ഈ പറയപ്പെടുന്ന ആത്മീയ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടത്ര ജ്ഞാനമുണ്ടായിരിക്കുകയില്ല. എന്നാൽ ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല എങ്കിലും കേവലം വിദ്യാവിഹീനരായ സാധാരണക്കാരായ ആളുകൾക്ക് ബൈബിളിലെ ഈ സത്യങ്ങൾ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് അവയോട് പ്രതികരിക്കുവാനും കഴിയുന്നു. എന്തുകൊണ്ട്? ഈ കാര്യങ്ങൾ അറിയിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളതുകൊണ്ട്, ആ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ബൈബിളിലൂടെ ആത്മീയമായ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് നാം അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കുന്നു: അറിവ് പകർന്നു തരുന്നു അഭിഷേകം. ഇത് 1 യോഹന്നാൻ 2:20 നാം കാണുന്ന ആശയമാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവ് വരുന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്. വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് കർത്താവ് സ്വർഗാരോഹണം ചെയ്താൽ പിന്നീട് വിശ്വാസികളോടുകൂടെ അഥവാ സഭയോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് മറ്റൊരു കാര്യസ്ഥനെ അയക്കും എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വന്നാൽ ചെയ്യുന്ന വ്യത്യസ്ത ശുശ്രൂഷകളെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നൊക്കെ 14, 15, 16 അധ്യായങ്ങളിലായി യോഹന്നാന്റെ സുവിശേഷത്തിൽ ശുശ്രൂഷകൾ പലത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 16-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിതാവിൽ നിന്ന് കേട്ട് എന്നോട് കേട്ടതെല്ലാം അറിയിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് അറിവ് പകർന്നു തരുന്നു എന്നുള്ള ആശയം നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സർവജ്ഞാനി എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് ഇതിനു മുൻപ് നാം പഠിച്ച ഒരാശയം തന്നെയാണ്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ് എന്നൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശേഷിപ്പിക്കുവാനും കഴിയുന്നുണ്ട്. അപ്പോൾ അഭിഷേകം നമുക്ക് അറിവ് പകർന്നു തരുന്നു. അതുപോലെ 1 യോഹന്നാൻ 1:27 നാം വായിക്കുന്നത് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്ന. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വാക്യത്തിൽ മറ്റൊരാശയം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഉപദേശിച്ചു തരുന്നു എന്ന്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അപ്പൊ ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് മറ്റൊരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കാം: പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, വ്യക്തിത്വം ഉള്ളതുകൊണ്ടാണ് നമ്മിൽ വസിക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മിൽ വസിച്ച് നമ്മെ ഉപദേശിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അവിടെ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ അഥവാ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നപ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുന്നു, ഹൃദയത്തിലേക്കാണ് സ്വീകരിക്കുന്നത്. അതേ സമയത്ത് പരിശുദ്ധാത്മാവും നമ്മിലേക്ക് വരുന്നു. അപ്പൊ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലും നമുക്ക് ഇതേ ആശയം കാണാം. അവനെ അഭിഷിക്തൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അഭിഷിക്തൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ആ ആശയത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ നാം പഠിക്കുകയാണെങ്കിൽ നാം കർത്താവിനെ വിശ്വസിച്ച സമയത്ത് ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്നു. ദൈവം, ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ അഭിഷേകം എല്ലാ വിശ്വാസികളും പ്രാപിച്ചിട്ടുണ്ട്. ദൈവത്താലാണ് അഭിഷേകം പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ അഭിഷേകം നമുക്ക് അറിവ് പകർന്നു തരുന്നു, നമ്മിൽ വസിക്കുന്നു, നമ്മെ ഉപദേശിക്കുന്നു എന്നീ കാര്യങ്ങൾ ആണ് ഇതിനോടകം നാം ചിന്തിച്ചത്. ഇനി അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യഭാഗങ്ങളിൽ കാണുന്ന മറ്റു ചില യാഥാർത്ഥ്യങ്ങളൂടെ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ വിഷയത്തിന്റെ ഒരു ശരിയായ പഠനത്തിന്
പുതിയ നിയമത്തിലെ ഈ 3 വേദഭാഗങ്ങൾ മതിയാകും വിശ്വാസിയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ. നാം പഴയ നിയമത്തോട് ബന്ധപ്പെട്ട് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, 3 വിധത്തിലുള്ള ഔദ്യോഗിക ശുശ്രൂഷകൾക്ക് വേണ്ടിയാണ് അഭിഷേകം ചെയ്തിരുന്നത്. എണ്ണ കൊണ്ട് അല്ലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരുന്നത്. അത് ഓരോന്നും: 1 പുരോഹിതൻ, 2 പ്രവാചകൻ, 3 രാജാവ്. ഇങ്ങനെ വ്യത്യസ്ത ശുശ്രൂഷകൾക്കായി ഈ 3 കൂട്ടം ആളുകളെ അഭിഷേകം ചെയ്ത് നിയോഗിക്കുവാനുള്ള കൽപ്പന കൊടുത്തിട്ടുണ്ട്, അഭിഷേകം ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ നിയമത്തിലെ അനേക വേദവാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അതിലൂടെയും ഈ 3 പദവികളും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് ബുദ്ധിമുട്ടില്ല. ഏതാ ഈ 3 പദവികൾ? പുരോഹിത പദവി, പ്രവാചക പദവി, രാജകീയ പദവി. വിശ്വാസികളായ നമുക്ക് ഈ 3 പദവികളും നൽകപ്പെട്ടിട്ടുണ്ട്. ഞാനത് ഇങ്ങനെ പറയട്ടെ. പുതിയ നിയമ വിശ്വാസികളായ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിരിക്കയാൽ ഈ പറയപ്പെടുന്ന 3 ഔദ്യോഗികമായ പദവികളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ച നിമിഷം 3 അല്ല, നിരവധി അനുഗ്രഹങ്ങളും പദവികളും ആത്മീകമായ നന്മകളും നൽകപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമവുമായി ബന്ധപ്പെടുത്തി നാം പഠിക്കുമ്പോൾ ഈ 3 പദവികളും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ ഇത് 3 വ്യത്യസ്ത ആളുകൾക്കാണ് നൽകപ്പെട്ടിട്ടുള്ളത്. ഇത് 3 കൂടെ ലഭിച്ച ഒരുത്തരെയും നമുക്ക് പഴയ നിയമത്തിൽ എവിടെയും കാണുവാൻ കഴിയുകയില്ല. ചിലരിൽ 2 പദവികളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാം. പുരോഹിതനും പ്രവാചകനും രാജാവും കൂടെ ആയിരുന്ന ഒരുത്തരെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൽ ഇത് 3 ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നമുക്കറിയാമല്ലോ, യേശുക്രിസ്തു അവന് ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ ഉടനീളം ആ യാഥാർത്ഥ്യമാണ് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ആ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയും അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന ആത്മീകമായ നന്മകളെക്കുറിച്ചും എബ്രായ ലേഖനം വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. യേശുക്രിസ്തു പ്രവാചകനാണോ? നമ്മൾ വായിക്കുന്നുണ്ട്, വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. ഇതുപോലൊരു പ്രവാചകനെ വേറെ കാണുവാൻ കഴിയുന്നില്ല. തന്നെയുമല്ല, വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഭാവികാല സംഭവങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായി മറനീക്കി തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതും യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ നിലയിൽ വരുവാൻ പോകുന്ന ഭാവികാല സംഭവങ്ങളെ പ്രാവചനിക ഭാഷയിൽ അരുളിപ്പാട് കൊടുത്ത യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ പ്രവാചകൻ ഭൂമിയിൽ ജീവിച്ച സമയത്ത് തന്റെ മരണത്തെക്കുറിച്ചും മരണശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി തന്നെ മുൻകൂട്ടി പറയുകയുണ്ടായി. അപ്പോൾ യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠനായ പ്രവാചകൻ. 3 രാജാവ് എന്നുള്ളത് അതും നമുക്കറിയാമല്ലോ. യേശുക്രിസ്തു രാജാധിരാജാവാണ്. തിമോഥെയോസിന്റെ ലേഖനം പറയുന്നത് അവൻ ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും എന്നാണ്. ഭാവിയിൽ ഈ ലോകത്തെ 1000 വർഷം ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുവാൻ പോകുകയാണ്. നീതിയോടെയും സമാധാനത്തോടെയും ലോകത്തെ ഭരിക്കുവാൻ പോകുന്ന രാജാധിരാജാവാണ് കർത്താവായ യേശുക്രിസ്തു. ആ നിലയിൽ ഈ 3 പദവികളും യേശുക്രിസ്തുവിലുണ്ട്. പഴയ നിയമത്തിലെ ഒരു വ്യക്തിയിലും ഈ 3 പദവികളും കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരിക, ഈ 3 പദവികളും അഭിഷേകത്താൽ നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അത് പ്രധാനമായും ഇത് 3 കൂടെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നമുക്ക് വളരെ പരിചിതമുള്ള ഒരു വേദവാക്യം. അത് ഞാൻ ഇങ്ങനെ ഉദ്ധരിക്കട്ടെ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇവിടെ 5 പദവികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ പഠനത്തിൽ 3 കാര്യങ്ങളുണ്ട്. 1, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി.
അത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ചെയ്ത ശുശ്രൂഷയാണ്. 2, രാജകീയ പദവി, അത് അവനോടുകൂടെ നാം വാഴും എന്നുള്ള ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. 3, പുരോഹിത പദവി, പുരോഹിത വർഗം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 3 വിധ ഔദ്യോഗിക പദവികളും നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അഭിഷേകത്തിന്റെ ഫലമാണ്. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമുക്ക് ഈ 3 വിധ പദവികളും അതുപോലെ തന്നെ അതോട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ 3 പദവികൾ നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ ആ പദവികളോട് ബന്ധപ്പെട്ട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില കടപ്പാടുകളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പദവികളാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്നുള്ള നിലയിൽ പ്രവാചക ശുശ്രൂഷ നമുക്കുണ്ട്, അതുപോലെ രാജകീയ പദവി നമുക്കുണ്ട്, അതുപോലെ പുരോഹിത പദവിയും നമുക്കുണ്ട്. പുരോഹിത പദവിയെ കുറിച്ച് പറയുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വിശുദ്ധ പുരോഹിത വർഗം എന്നും പറയുന്നുണ്ട്. അതും ഇതോട് ചേർത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അവിടെ പുരോഹിത വർഗം, വിശുദ്ധ പുരോഹിത വർഗം. 2:9 രാജകീയ പുരോഹിത വർഗം. ഇനി ഈ 3 പദവികളോടുള്ള ബന്ധത്തിലും നമുക്ക് ചില ശുശ്രൂഷകളുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ. നാം സാധാരണ പുരോഹിതൻ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാരെയാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാര്, അവർ ചെയ്ത ശുശ്രൂഷകൾ, രാജാക്കന്മാർ, പഴയ നിയമത്തിലുള്ള ദാവീദ്, ശലോമോൻ തുടങ്ങിയ രാജാക്കന്മാർ. ഈ ഔദ്യോഗിക പദവികൾ ആത്മീയ അർത്ഥത്തിൽ നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മ അഭിഷേകത്താൽ. നമ്മൾ പുരോഹിതന്മാരാണോ? ഞാനിപ്പോ പറഞ്ഞു 2 വാക്യങ്ങൾ, വിശുദ്ധ പുരോഹിത വർഗമെന്നും രാജകീയ പുരോഹിത വർഗമെന്നും നമ്മെ വിശേഷിപ്പിച്ചിരിക്കുന്നു. യേശുക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനോട് ചേർന്ന് പൗരോഹിത്യ ശുശ്രൂഷ നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നിടത്ത് നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ. ലൂക്കോസ് 4:18 ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ. അപ്പൊ അവിടെ അഭിഷേകം ചെയ്തത് എന്തിനു വേണ്ടി എന്ന് പറയുന്നു? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. അപ്പോൾ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള നിയോഗമാണ് അഭിഷേകം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലും അങ്ങനെ തന്നെ. ഒരാളെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞാൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാനായിട്ട് നിയോഗിക്കുകയാണ്. പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തെന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുകയാണ്, അഥവാ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള അധികാരം ആ അഭിഷേകത്തിലൂടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് തന്നെയാണ് നാം ഇവിടെയും കർത്താവിനോടുള്ള ബന്ധത്തിൽ വായിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ. അപ്പൊ അഭിഷേകം ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുവാൻ അവകാശമുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓർപ്പിച്ചു, ഈ 3 ഔദ്യോഗിക പദവികൾ നമുക്കുള്ളത് കൊണ്ട് അതോട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനും വിശ്വാസികളായ നമുക്ക് കടപ്പാടുണ്ട്. അതിനുവേണ്ടി നമ്മെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ നമ്മൾ പഴയ നിയമത്തിലെ വേദഭാഗങ്ങളൊന്നും എടുത്തില്ല. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലാണ് മോശയോട് പുരോഹിതൻ എന്നുള്ള നിലയിൽ അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കണം എന്ന കൽപ്പന കൊടുക്കുന്നത്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും അഹരോന്റെ പുത്രന്മാരെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യുന്ന കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യം, ഞാൻ ഓരോ വാക്യങ്ങളെ ആ ബന്ധത്തിൽ ഒന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. അഹരോനെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേക തൈലം ഒഴിക്കുന്ന കാര്യം. അതുപോലെ ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അതേ അധ്യായം 1 ശമൂവേൽ 16:13 വരുമ്പോൾ ദാവീദിനെ അഭിഷേകം ചെയ്തതായും നാം വായിക്കുന്നു. ഒരു വാക്യഭാഗം മാത്രം രാജാവിനെ അഭിഷേകം ചെയ്തതിനോടുള്ള ബന്ധത്തിൽ. അവിടെ യഹോവ ശമൂവേലിനോട് പറയുന്നതാണ് ആദ്യം, പിന്നീട് ശമൂവേലിലൂടെ ദാവീദിനെ അഭിഷേകം ചെയ്തതും.
അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എലീശയെ പ്രവാചകനായി അഭിഷേകം ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വേദവാക്യങ്ങൾ സൂചിപ്പിച്ചത് പുരോഹിതനെയും രാജാവിനെയും പ്രവാചകനെയും ഒക്കെ അഭിഷേകം ചെയ്യാനുള്ള നിർദ്ദേശവും അഭിഷേകം ചെയ്തതുമൊക്കെ പഴയ നിയമത്തിലുള്ള അനേക വേദവാക്യങ്ങളിൽ ഓരോന്ന് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ നിലയിൽ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ അവരെ ഏൽപ്പിച്ച പദവിക്കനുസരിച്ചുള്ള ശുശ്രൂഷ അവർക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമ്മെ പുരോഹിത വർഗമാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്കും ചില ശുശ്രൂഷകൾ ചെയ്യുവാനുണ്ട് പുരോഹിത വർഗം എന്നുള്ള നിലയിൽ. പുരോഹിതരെന്ന് പറയുമ്പോൾ നാം പ്രധാനമായിട്ട് ഞാൻ ഓർപ്പിച്ചു, പഴയ നിയമത്തിലെ പുരോഹിതന്മാരെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പുരോഹിത ശുശ്രൂഷ അനുവദിച്ചത് പ്രധാനമായി 2 കാരണങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, മനുഷ്യർക്കും ദൈവത്തിനും മധ്യസ്ഥ ശുശ്രൂഷ ചെയ്യുവാനും. 2, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി യാഗമർപ്പിക്കുവാനും. എന്നാൽ വേദപുസ്തകത്തിൽ പൗരോഹിത്യത്തെ കുറിച്ച് പഠിച്ചാൽ നമുക്കറിയാം, ലേവ്യ ഗോത്രത്തിനാണ് പൗരോഹിത്യം അനുവദിച്ചത്. ലേവ്യ ഗോത്രത്തിലൂടെ പുരോഹിത ശുശ്രൂഷകൾ ചെയ്തു പോന്നു. അഹരോനിൽ തുടങ്ങി ആവർത്തിച്ചു വന്ന പൗരോഹിത്യ ശുശ്രൂഷയാൽ ജനത്തിന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം വന്നില്ലെന്നും അതുകൊണ്ട് മറ്റൊരു പൗരോഹിത്യ ക്രമത്തിലൂടെ ലേവ്യ ഗോത്രത്തിന് മുൻപുള്ള ഒരു ക്രമമെടുത്ത് നമ്മുടെ കർത്താവ് വരികയും കർത്താവ് കാൽവറിയിലെ ക്രൂശിൽ നിർവഹിച്ച യാഗത്തിലൂടെ പാപത്തിന് എന്നേക്കും പരിഹാരം വന്നു എന്നും നാം വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ വിശദമായി എബ്രായ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം വ്യതിചലിച്ചു പോകരുതല്ലോ, അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. യേശുക്രിസ്തു അങ്ങനെ കാൽവറിയിലെ യാഗത്തിലൂടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് പാപപരിഹാരം വരുത്തുകയും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഭാഗമായ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ അഥവാ കാൽവറിയിലെ യാഗത്തിലൂടെ മറ്റ് പൗരോഹിത്യ ശുശ്രൂഷകൾക്കെല്ലാം മാറ്റം വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനിയും ആ ഇതര പൗരോഹിത്യത്തിന്റെ ആവശ്യമില്ല എന്ന് വിളിച്ചു പറയത്തക്ക നിലയിൽ തന്നെ ദേവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം 2ആയി ചീന്തിയതായും അന്നത്തെ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറിയതായും ഒക്കെ സുവിശേഷ പുസ്തകങ്ങളിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ അവിടേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, ഇങ്ങനെ മാത്രം പറയട്ടെ. അതുകൊണ്ട് നമുക്കിന്ന് പൗരോഹിത്യ പദവി നൽകി ആ പൗരോഹിത്യ പദവിയുടെ ശുശ്രൂഷകൾ ചില യാഗങ്ങൾ നാം അർപ്പിക്കണം എന്നുള്ളതാണ്. ആ നിലയിൽ പുതിയ നിയമവിശ്വാസികൾ എന്ന നിലയിൽ നാം അർപ്പിക്കേണ്ട യാഗങ്ങൾ പാപപരിഹാരത്തിനു വേണ്ടിയുള്ള യാഗങ്ങളല്ല. അകൃത്യത്തിന് അഥവാ പാപത്തിന് മോചനം വന്നതുകൊണ്ട് ഇനിമേൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് എബ്രായ ലേഖനം 10:18 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതര വേദവാക്യങ്ങളും ആ യാഥാർത്ഥ്യത്തെ ആവർത്തിച്ചുറപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ പുതിയ നിയമവിശ്വാസികൾ എന്നുള്ള നിലയിൽ പുരോഹിത വർഗം ആകയാൽ നാം അനുഷ്ഠിക്കേണ്ട ചില യാഗങ്ങൾ, ഒരു 5 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അതൊന്നും ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല. അവിടെ സമർപ്പണ ജീവിതം എന്ന ഒരാശയം നാം കാണുന്നുണ്ട്. അതിനെ യാഗമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. റോമലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യ 1-2 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമർപ്പണ ജീവിതം നമ്മെ തന്നെ, നമ്മുടെ ജീവിതത്തെ മുഴുവനായി, നമ്മുടെ ശരീരത്തെ മുഴുവനായി ദൈവത്തിന് സമർപ്പിക്കുന്നതിനെ, പൂർണ്ണ സമർപ്പണത്തെ ഒരു യാഗമായി അവിടെ പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമ യാഗം റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷ ഘോഷണം പുരോഹിതനായി നിർവഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പുരോഹിതൻ എന്നുള്ള നിലയിൽ നാം അനുഷ്ഠിക്കേണ്ട മറ്റൊരു യാഗമായി സുവിശേഷ ഘോഷണത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിലായി നാം മറ്റ് ചില യാഗങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. അധരഫലം എന്ന സ്തോത്രയാഗം എന്നവിടെ പറയുന്നുണ്ട്. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നന്മ ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക എന്നീ യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സുവിശേഷ വേലയ്ക്ക് സാമ്പത്തികമായ കൂട്ടായ്മ കാണിക്കുന്നതിനെയും യാഗമായി പറയുന്നുണ്ട്.
ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നതാണ്, നിങ്ങൾ എനിക്ക് അയച്ചു തന്നത് ഞാൻ ദൈവത്തിന് സുഗ്രാഹ്യമായ യാഗമായി പ്രതിഗ്രഹിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഈ നിലകളിൽ പുരോഹിതവർഗമാകയാൽ നാം അനുഷ്ഠിക്കേണ്ട ചില യാഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഞാനതൊന്നുകൂടെ പറയട്ടെ. സമർപ്പണ ജീവിതം എന്ന യാഗം, സുവിശേഷ ഘോഷണം എന്ന യാഗം, സ്തോത്രയാഗം, നന്മ പ്രവൃത്തി ചെയ്യുക, കൂട്ടായ്മ കാണിക്കുക എന്നീ യാഗം, സുവിശേഷ വേലയ്ക്ക് സാമ്പത്തിക കൂട്ടായ്മ കാണിക്കുക എന്ന യാഗം. ഇങ്ങനെ പുരോഹിതവർഗം എന്നുള്ള നിലയിൽ നാം അനുഷ്ഠിക്കേണ്ട യാഗങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നാം അഭിഷിക്തരാകയാൽ, പുരോഹിത പദവി ലഭിച്ചിരിക്കയാൽ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കേവലം ഉപദേശപരമായ ചില അറിവുകൾ പ്രാപിക്കുക എന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉപദേശത്തിന്റെ നിശ്ചയത്തിനനുസരിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതവും മെച്ചപ്പെടുവാനും ദൈവത്തിന് പ്രസാദകരമായി മുൻപോട്ട് കൊണ്ടുപോകുവാനും കഴിയേണ്ടതാണ്. ഈ പഠനം കൊണ്ട് അതും സാധിക്കണം. അതുകൊണ്ട് നാം ആത്മാഭിഷേകം പ്രാപിച്ചവരാകയാൽ നമുക്കുള്ള ഈ ശുശ്രൂഷകൾ ചെയ്യുവാനും നാം കടപ്പെട്ടവരാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. രണ്ടാമത് മറ്റൊരു പദവിയാണ് പ്രവാചക പദവി. ഈ വാക്ക് കേൾക്കുമ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഭാവി പറയുന്നവര് എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ ഭാവി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം നമ്മൾ ശരിക്കും പഠിച്ചാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ തന്നെ നാം ഒന്ന് എടുത്തു നോക്കിയാൽ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ കേവലം ഭാവി പറയുന്നവര് മാത്രമല്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ ഓരോരുത്തരെയും നാം എടുത്തു നോക്കുകയും അവര് ഭൂതകാലം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ നോക്കി അവരുടെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് അവരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ കുറവുകൾ പരിഹരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാനസാന്തരപ്പെടുവാനുള്ള നിർദ്ദേശം അവർക്ക് കൊടുത്തിട്ടുണ്ട്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? പ്രവാചകന്റെ ശുശ്രൂഷ ഭാവികാലം മാത്രമല്ല, ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും അവർ പറയുന്നുണ്ട്. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഭൂതകാലമാണോ, വർത്തമാനകാല കാര്യങ്ങളാണോ, ഭാവികാല കാര്യങ്ങളാണോ എന്നുള്ളതല്ല വ്യത്യാസം. മറിച്ച് അത് ദൈവം കൊടുക്കുന്ന അരുളപ്പാടുകളാണോ എന്നുള്ളതാ വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവിക അരുളപ്പാടുകൾ അറിയിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ പറയട്ടെ, ഇന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നവരും പ്രവാചക ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ആ ഒരു ഔദ്യോഗിക പദവി കൂടെ അഭിഷേകത്താൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാരും ഇപ്പോഴത്തെ പ്രവാചക ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിന്റെ ആദ്യ കാലത്ത് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ദൈവസഭയുടെ അടിസ്ഥാന പണിക്ക് വേണ്ടി അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപയോഗിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അവർ അടിസ്ഥാന പണിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവരാണ്. ആ നിലയിൽ ഇന്ന് അപ്പോസ്തലിക പദവിയോ പ്രവാചക പദവിയോ ഇല്ല. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇല്ല. അവര് അടിസ്ഥാന പണിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ നാം അവിടെ എഫേസ്യർ 2:20 വായിക്കുന്നുണ്ട്. എന്നാൽ ആ പഴയ നിയമത്തിലെയോ ആദ്യ നൂറ്റാണ്ടിലെയോ പ്രവാചകന്മാർ പ്രവചന ശുശ്രൂഷ ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നേരിട്ട് അരുളപ്പാടുകൾ പ്രാപിച്ചാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ദൈവത്തിന് അരുളപ്പാടുകൾ അറിയിക്കുക എന്ന് പറഞ്ഞാൽ നേരിട്ട് പ്രാപിക്കുന്നില്ല. മറിച്ച് ദൈവത്തിന് തരാനുള്ള സകല അരുളപ്പാടുകളും ഇന്ന് ദൈവം ജനത്തിന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ച സകലവും രേഖപ്പെടുത്തി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതാണ് വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തകത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള ദൈവിക അരുളപ്പാടുകളെ അറിയിക്കുന്നതാണ് പ്രവാചക ശുശ്രൂഷയായി ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എനിങ്ങനെ പറയട്ടെ, ഇന്ന് ഉറക്കത്തിലോ സ്വപ്നത്തിലോ പുതിയ ദർശനങ്ങളിലൂടെയോ ഒന്നും പുതിയ പുതിയ വെളിപ്പാടുകൾ ദൈവം നൽകുന്നില്ല. ഇന്ന് മനുഷ്യവർഗത്തിന് തരുവാനുള്ള ദൈവിക അരുളപ്പാടുകൾ മുഴുവൻ തന്നെ ദൈവം രേഖയാക്കി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. വ്യത്യസ്ത ഭാഷകളിലായി നമുക്കൊക്കെ വായിച്ചു മനസ്സിലാകത്തക്ക നിലയിൽ നമ്മുടെ ഭാഷകളിൽ തന്നെ അത് രേഖപ്പെടുത്തി പുസ്തക രൂപത്തിലാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ആ അരുളപ്പാടുകൾ അത് ദൈവിക അരുളപ്പാടുകളുടെ പൂർണ്ണതയാണ്. അതിൽ നിന്ന് അറിയിക്കുന്ന ശുശ്രൂഷയാണ് ഇന്നത്തെ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിൽ ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, അതിൽ ഭാവി കാലവുമുണ്ട്. നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ ഇനിയും ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ ലോക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ നാം പഠിച്ചു നോക്കിയാൽ വേദപുസ്തകം എത്രയോ കൃത്യമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രാവചനിക യാഥാർത്ഥ്യങ്ങൾ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതങ്ങനെ തന്നെ പ്രസംഗിക്കുന്നതിനും
യാതൊരു തടസ്സവുമില്ല. എന്തുകൊണ്ട്? അത് ദൈവത്തിന്റെ അരുളപ്പാടായതുകൊണ്ട്. അപ്പോൾ അവിടെ പ്രവാചക ശുശ്രൂഷയുടെ ഭാഗമായി ഭാവികാലവും വരുന്നുണ്ട്. ഞാൻ ചുരുക്കി ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുക. 1 പത്രോസ് 2:9 അത് തന്നെയാണ് മറ്റൊരു നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യാഗമെന്നുള്ള നിലയിലും സുവിശേഷ ഘോഷണത്തെക്കുറിച്ച് നാം കാണുകയുണ്ടായി. ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് പ്രവാചക ശുശ്രൂഷയും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇനി മറ്റൊന്ന് രാജകീയ പദവിയാണ്. രാജകീയ പുരോഹിത വർഗം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രാജകീയ പദവി നമുക്കുണ്ട്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്ന് 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ട് പോകുകയാണ്. 1000 ആണ്ട് വാഴ്ചയെന്നോ സഹസ്രാബ്ദ വാഴ്ചയെന്നോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. അന്ന് കർത്താവ് രാജാവായിട്ട് ഭരിക്കുമ്പോൾ അവനോടുകൂടെ രാജ്ഞിയുടെ പദത്തിലിരുന്ന് ഭരണം നടത്തുവാനുള്ള, വാഴുവാനുള്ള അവകാശം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിന്റെ 2-3 അധ്യായങ്ങളിലായി 7 സഭകൾക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ സഭകൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ പറയുന്ന കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റും പുതിയ നിയമത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ പുരോഹിത പദവിയും പ്രവാചക പദവിയും രാജകീയ പദവിയും നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അഭിഷേകത്തിന്റെ ഫലമാണ്. ആകയാൽ അഭിഷേകം പ്രാപിച്ചതുകൊണ്ട് ഈ പദവികൾക്കനുസരിച്ചുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ നാം ഒരുക്കപ്പെട്ടവരുമാണ്. നാം ആ ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടുന്നവരാണ്. അതിനുവേണ്ടി നമ്മെ നിയോഗിച്ച് ആക്കി വെച്ചിരിക്കുന്നു. ആ ശുശ്രൂഷകൾ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. നാം കേട്ട മനസ്സിലാക്കിയ ശുശ്രൂഷകൾ ദൈവത്തിന്റെ മഹത്വത്തിനായും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തോടെയും അതിനായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്ത് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ള നിശ്ചയത്തോടും കൂടെ വിശ്വസ്തയോടെ നിർവഹിക്കുവാൻ ഇതേ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ചില പദവികൾ, അതാണ് അതോട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ, അതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 105-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അതേ ആശയം തന്നെ മറ്റൊരു ഭാഗത്തൂടെയും നമുക്ക് നോക്കാം. 105-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം: എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. 1 ദിനവൃത്താന്തം 16:22 എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്. അഭിഷേകതയിലും വീണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അഥവാ അഭിഷിക്തനായി തീർന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ തൊടരുതെന്ന് ദൈവത്തിന്റെ കൽപ്പന വളരെ കൃത്യമായി രേഖപ്പെടുത്തി തന്നിരിക്കുക. ദൈവത്തിന്റെ അഭിഷിക്തനായ ഒരു രാജാവിനെയോ ഒരു പ്രവാചകനെയോ ഒരു പുരോഹിതനെയോ തൊടരുത്. എന്താ അവിടെ നമുക്ക് ലഭിക്കുന്ന ആശയം? അഭിഷേകം പ്രാപിച്ചവർ ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ കയ്യിലവർ എത്ര സുരക്ഷിതരാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം പറയുന്ന കൂട്ടത്തിലും ഇതേ ആശയം നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ അഭിഷേകത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, എന്നാൽ നാം അവിടെ വായിക്കുന്നുണ്ട് നമ്മെക്കുറിച്ച്, ആടുകളെക്കുറിച്ച് ഇടയൻ തന്നെ പറയുന്നത്, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അപ്പം ആ ആശയം മാത്രം ഞാൻ ഇങ്ങനെ പറയട്ടെ. അഭിഷിക്തന്മാർ ദൈവകരങ്ങളിൽ സുരക്ഷിതരാ. അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് കേടുവരാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, അവരെ തുടരുതെന്ന് വ്യക്തമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് ദൈവം തന്നെ അവരെ കാത്ത് സംരക്ഷിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലെ ചരിത്രങ്ങളൊക്കെ എടുത്ത് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ മേൽ കൈവയ്ക്കുന്നത് വലിയ ഭവിഷ്യത്തുണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രം ആ ബന്ധത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ച് അടുത്ത ആശയത്തിലേക്ക് വരട്ടെ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ അഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. അഭിഷേക തൈലം എടുത്ത് തിരുനിവാസവും അതിലുള്ള സകലവും അഭിഷേകം ചെയ്ത് അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിക്കണം. അത് വിശുദ്ധമായിരിക്കണം. ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് യാഗപീഠം ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. ഞാൻ അവിടുന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആശയം,
പുതിയ നിയമത്തിലുമുണ്ട്, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴും അത് കാണുവാനായിട്ട് കഴിയും. അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. അപ്പൊ അഭിഷേകം ചെയ്യപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. നമ്മുടെ പഠനത്തോട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയട്ടെ, അഭിഷേകം ചെയ്യപ്പെട്ടവർ വിശുദ്ധരാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ മറ്റു ലേഖനങ്ങൾ എഴുതുമ്പോൾ മിക്ക ലേഖനങ്ങളുടെയും തുടക്കത്തിൽ ക്രിസ്തുയേശുവിൽ വിശ്വാസികളും വിശുദ്ധന്മാരുമായവർക്ക് എന്നാണ് പറയുന്നത്. നാം വിശുദ്ധരാണ്, അഭിഷേക തൈലം നമ്മിൽ വീണു, അഭിഷേകത്തിന്റെ ആ എഫക്റ്റായി നാം വിശുദ്ധ പദവി ലഭിച്ചവരാണ് എന്നൊക്കെ നമുക്ക് ആ നിലകളിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മുടെ പാപക്കറകളെ കഴുകി ശുദ്ധീകരിച്ചത് യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താലാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് തന്നെയാണ് നാം അവിടെ വായിക്കുന്നത്. എന്നാൽ അഭിഷേകത്താൽ ആ വിശുദ്ധ പദവി ഉറപ്പിച്ച് നൽകിയിരിക്കുകയാണ്. ആ വിശ്വസിക്കുന്ന ആ നിമിഷം തന്നെ ലഭിക്കുന്ന അഭിഷേകത്താൽ, ഇത് രണ്ടും ചേർത്ത് ചിന്തിക്കേണ്ട ആശയം തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നാം ഇതുവരെ ചിന്തിച്ചത് പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമുക്ക് എന്തൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്നുകൂടെ പറയട്ടെ. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ് എല്ലാ വിശ്വാസികളും. ദൈവമാണ് അഭിഷേകം ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനാലാണ് അഭിഷേകം. അതുപോലെ ആ അഭിഷേകത്താൽ നമുക്ക് ആത്മീകമായ അറിവ് ലഭിക്കുന്നു. അഭിഷേകം നമ്മിൽ വസിച്ച് നമ്മെ ഉപദേശിക്കുന്നു. അഭിഷേകത്താൽ നമുക്ക് ചില പദവികൾ ലഭിച്ചിട്ടുണ്ട്. ആ പദവികളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനും അവ നിർവഹിക്കുവാനായിട്ട് നമ്മെ നിയോഗിച്ചാക്കി വെച്ചിരിക്കുന്നു എന്നും നാം കാണുകയുണ്ടായി. അഭിഷിക്തന്മാർ ദൈവത്തിന്റെ വകയാണ്, അവരെ തുടരുതെന്ന് പ്രത്യേകമായ കൽപ്പന കൊടുത്തിട്ടുണ്ട്. അഭിഷിക്തന്മാർ വിശുദ്ധരാണ്, ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അഭിഷേകത്തോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി എപ്പോഴാണ് ഒരു വ്യക്തി അഭിഷേകം പ്രാപിക്കുന്നത്? അതോടെ ആ ബന്ധത്തിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോഴേ അഭിഷേകം കിട്ടി എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താ തെളിവ്? കാത്തിരുന്ന് പ്രാപിക്കണമെന്നും പിന്നെ എപ്പോഴേലും മറ്റെന്തെങ്കിലും ശുശ്രൂഷകളിലൂടെ നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുമൊക്കെ നാമും കേൾക്കുന്നുണ്ട്. എന്നോട് തന്നെയും പലരും ചോദിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിന്റെ വേല ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. അതിന്റെ അർത്ഥം അതിൻ്റെതായ ചില പ്രത്യേക അടയാളങ്ങളൊക്കെ എന്നിലും ഉണ്ടോ എന്ന അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് എന്ന് തീർത്ത് പറയാറുണ്ട്. അതിനാധാരം വിശുദ്ധ ബൈബിള് തന്നെയാണ്. എപ്പോഴാണ് നമുക്ക് അഭിഷേകം കിട്ടിയത്? ഇത് മനസ്സിലാക്കുവാൻ 133 സങ്കീർത്തനം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 133 സങ്കീർത്തനം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി, അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞു പോലെയും ആകുന്നു. ഇവിടുത്തെ ഒരാശയം ഒന്ന് ഓർപ്പിക്കാനായിട്ടാണ്. ഇവിടെ തൈലം അഹരോന്റെ മേൽ ഒഴിച്ചപ്പോൾ എവിടെയാ ഒഴിച്ചത്? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അഹരോന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. ഇത് തന്നെ നമ്മൾ ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. അഹരോനെ അഭിഷേകം ചെയ്യുവാനായിട്ട് മോശയോട് പറയുമ്പോൾ പറയുന്നത് അഹരോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കണമെന്ന് ലേവ്യ പുസ്തകം 8:12 അപ്പോൾ അഹരോനെ പുരോഹിതനായി, മഹാപുരോഹിതനായി നിയോഗിച്ചപ്പോൾ അഭിഷേക തൈലം അഥവാ എണ്ണ ഒഴിച്ചപ്പോൾ എവിടെയാ ഒഴിച്ചത്? തലയിലാ ഒഴിച്ചത്. പക്ഷെ നമ്മൾ അവിടെ തന്നെ കാണുന്നത് അത് അവിടെ നിന്ന് താഴോട്ടൊഴുകി വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി. അപ്പോൾ ഇത് എവിടം വരെ ഒഴുകിച്ചെന്നു? അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം തലയിൽ നിന്ന് താടിയിലൂടെ താഴോട്ടൊഴുകി വസ്ത്രത്തിന്റെ വിളുമ്പ് വരെയും ചെന്നു എന്നാണ് നാം വായിക്കുന്നത്. അഹരോനെ പുരോഹിതനായി അഭിഷേകം ചെയ്യുമ്പോൾ അഹരോൻ ദേവാലയത്തിലേക്കോ വിശുദ്ധ മന്ദിരത്തിലേക്കോ പ്രവേശിക്കണമെങ്കിൽ നടന്ന് പ്രവേശിക്കുവാൻ കാലാവശ്യമാണ്. അവിടെ ചെല്ലുമ്പോൾ കാലയിൽ വീണ്ടും അഭിഷേക തൈലം ഒഴിച്ച് പുതിയൊരു അഭിഷേകം നടത്തുന്നില്ല. അവിടുത്തെ ഉപകരണങ്ങളൊക്കെ എടുത്ത് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ കൈയുടെ പ്രവർത്തനം ആവശ്യമാണ്. അവയ്ക്ക് വേണ്ടി കയ്യിൽ വീണ്ടും അഭിഷേക തൈലം ഒഴിച്ച് പുതിയൊരു അഭിഷേകം നടത്തുന്നില്ല. അഹരോനെ അഭിഷേകം ചെയ്തപ്പോൾ തലയിലാണ് അഭിഷേക തൈലം ഒഴിച്ചത്. തലയിൽ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടപ്പോൾ അത് തലയിൽ നിന്ന് താഴേക്ക് ഒഴുകി ശരീരം മുഴുവനും വ്യാപിക്കുകയും ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൊണ്ട്
തന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാനുള്ള അവകാശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ നിലയിൽ തന്നെ പുതിയ നിയമത്തിലെ അഭിഷേകത്തെയും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തലയിൽ അഭിഷേകതയിലും വീണിട്ടുണ്ടെങ്കിൽ ആ തലയുടെ കീഴിലെ ശരീരവും അഭിഷിക്തമാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതൊരു വലിയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം വിവിധ നിലകളിൽ ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്തു തലയാണ്, സഭ ശരീരമാണ് എന്നുള്ളത്. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 22 23 വാക്യങ്ങളിൽ ആ ആശയമുണ്ട്. അതുപോലെ തന്നെ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലും അതേ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു തലയും സഭ ശരീരവുമാണ്. ഞാൻ ആ വേദവാക്യങ്ങളിൽ കൊലോസ്യ ലേഖനത്തിലേത് മാത്രം വായിച്ചു കേൾപ്പിക്കട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. അപ്പൊ സഭ ശരീരമായും ക്രിസ്തുവിനെ തലയായും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ബന്ധത്തിലൂടെ നമുക്ക് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശരീരം അഭിഷേകം പ്രാപിക്കണമെങ്കിൽ അഥവാ ശരീരം അഭിഷിക്തമായി തീരണമെന്നുണ്ടെങ്കിൽ എവിടെയാ അഭിഷേകതയിലും വീഴേണ്ടത്? തലയിലാണ് അഭിഷേകതയിലും വീഴേണ്ടത്. നമ്മൾ ഇതിനോടകം വളരെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തു അഭിഷിക്തനാണ് എന്നുള്ളത് തന്റെ പേരിലൂടെ തന്നെയുണ്ട്. ക്രിസ്തു അഭിഷിക്തൻ, അനോയിന്റഡ് വൺ, മശിഹ, ഈ പദം തന്നെ താൻ അഭിഷിക്തനാണ് എന്നുള്ളതാണ്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് അതിന്റെ 26-27 വാക്യങ്ങൾ, മത്തായി സുവിശേഷം അപ്പോസ്തല പ്രവൃത്തികൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 10:38 ഈ വാക്യങ്ങളിൽ നാം യേശുക്രിസ്തു അഭിഷിക്തനാണ് എന്നുള്ളത് നേരത്തെ പഠിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തല അഭിഷിക്തനായിരിക്കയാൽ തലയുടെ കീഴിലുള്ള ശരീരവും അഭിഷിക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും അഭിഷേകം പ്രാപിച്ചത് എപ്പോഴാണ്? ഓരോ വ്യക്തികളും അഭിഷിക്തരായി തീർന്നത് എപ്പോഴാണ്? എപ്പോഴാണോ ഈ തലയുടെ കീഴിലുള്ള ശരീരത്തിന്റെ ഭാഗമായി തീർന്നത്. ശരീരം എന്നുള്ളത് സഭയെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ സഭയുടെ ഭാഗമായി തീർന്നത്? അത് നമുക്കറിയാം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവസഭയുടെ ഭാഗമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി തീരുകയും അപ്പോൾ ആ ശരീരത്തിന്റെ സഭയുടെ തലയായ ക്രിസ്തുവിന്റെ മേൽ ഒഴിക്കപ്പെട്ട അഭിഷേക തൈലം ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് എന്നിലേക്ക് വരികയും അഭിഷേകത്തിന്റെ എഫക്ട് എനിക്കും ലഭിക്കുകയും ചെയ്യുന്നു. ഞാൻ എപ്പോൾ ശരീരത്തിന്റെ ഭാഗമായി തീർന്നു അപ്പോൾ എനിക്കും അഭിഷേകം ലഭിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ, കൊരിന്ത്യ ലേഖനത്തിലും യോഹന്നാന്റെ ലേഖനത്തിലും വിശ്വാസികളോട് പറയുമ്പോൾ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണ് എന്ന് ഉറപ്പിച്ച് ഭൂതകാല പ്രയോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട നിമിഷം ആത്മ അഭിഷേകം പ്രാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള വേദവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത്. അതുകൊണ്ട് ഈ പഠനവും നാം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന വിഷയത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പ്രവേശിക്കാം. ഞാൻ ഒന്നുകൂടെ ഇങ്ങനെ പറയട്ടെ, പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും തന്നെ അഭിഷിക്തരാണ്. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ്. അഭിഷേകം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പിന്നെപ്പോഴെങ്കിലും സ്നാനപ്പെടുമ്പോഴോ സ്നാനശേഷമോ അല്ല കാത്തിരുന്നോ മറ്റാരെങ്കിലുടെയും പ്രത്യേകമായ സഹായത്താലോ കൈവയ്പിനാലോ ഒന്നും നാം പ്രാപിച്ചെടുക്കേണ്ട ഒന്നല്ല. ഒരിക്കലായി എന്നേക്കും പ്രാപിച്ചിരിക്കുന്ന ഒരനുഭവമാണ് ആത്മ അഭിഷേകം എന്ന് പറയുന്നത്. അതിന് ഏകവും പ്രത്യക്ഷവുമായ അടയാളങ്ങളൊന്നും തന്നെ ഉള്ളതായി നാം തിരുവെഴുത്തിൽ വായിക്കുന്നില്ല. പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമുക്ക് ലഭിച്ചിട്ടുള്ള പദവികൾക്കനുസരിച്ചുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനും നാം കടപ്പെട്ടവരാണ്. അഭിഷിക്തന്മാരെന്നുള്ള നിലയിൽ നാം വിശുദ്ധരാണ്, നാം ദൈവത്തിന്റെ വകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ്. ഈ പഠനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൈത്തിരി.com ഗാനങ്ങൾ, പ്രഭാഷണങ്ങൾ, വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പഠനങ്ങൾ,
ഏതു പ്രായക്കാർക്കും അനുയോജ്യമായ വിഭവങ്ങളുമായി കൈത്തിരി.com വെളിച്ചത്തിലേക്കൊരു തിരുനാൾ.